നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. തനിക്കെതിരായ നുണപ്രചാരണം നിർത്തിയില്ലെങ്കിൽ VS അച്യുതാനന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങളെയുള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് മറുപടിയുമായി VS. റാന്നി മന്ദമരുതി ജ്ഞാനായ കുരിശുപള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കല്ലിശ്ശേരി മലബാർ മേഖലാധിപൻ മോർ ഗ്രിഗോറിയോസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. റാന്നി ഉദിമോട് വലിയ കലിങ്കിൽ വലിയ തോടിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന കൽക്കെട്ട് അശാസ്ത്രീയമെന്ന ആരോപണം. റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂൾ പടിയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തനിക്കെതിരായ നുണപ്രചരണം നിർത്തിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തനിക്കെതിരെ 31 കേസുകൾ ഉണ്ടെന്ന VSന്റെ പരാമർശത്തിന് എതിരെയാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്കെതിരെ ഒറ്റ കേസ് പോലുമില്ലെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി VS മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. ധർമ്മടത്തെ പ്രചാരണത്തിനിടെ VS പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. UDF മന്ത്രിമാർക്കെതിരെ 136 അഴിമതി കേസുകൾ ഉണ്ടെന്നും സർക്കാർ അനധികൃതമായി 2920 ഏക്കർ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടെന്നും VS ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങളെയുള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ VS പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകണം, എന്നാൽ തന്റെ ചോദ്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി മറുപടി നൽകുന്നില്ല. ഇൻഫോ പാർക്ക് ആക്രിവിലേക്ക് സ്മാർട്ട് സിറ്റിക്ക് വിറ്റുതുലയ്ക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചു? സ്മാർട്ട് സിറ്റിയെ റിയൽ എസ്റ്റേറ്റ് സിറ്റിയാക്കി മാറ്റിയ ജനവഞ്ചന തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സർക്കാരിന് IT എന്നത് ഇന്റർനാഷണൽ തട്ടിപ്പാണെന്നും VS ആരോപിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. റാന്നി മന്ദമരുതി സെന്റ് തോമസ് ജ്ഞാനായ കുരിശുപള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന നടന്നു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കല്ലിശ്ശേരി മലബാർ മേഖലാധിപൻ മോർ ഗ്രിഗോറിയോസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകി. ദൈവമായ ദൃശ്യമായ വലതു നീട്ടി
റാന്നി ഉദിമൂട് വലിയ കലിങ്കിൽ വലിയ തോടിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന കൽക്കെട്ട് അശാസ്ത്രീയമാണെന്ന് ആക്ഷേപം. സമീപത്തെ പാടശേഖരത്തിലേക്ക് വലിയ തോട്ടിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകി എത്താതിരിക്കാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കൽക്കെട്ട് നിർമ്മാണം നടത്തിയത്. റാന്നി ഉദിമൂട് വലിയ കലിങ്കിൽ വലിയ തോടിന് സമാന്തരമായാണ് അശാസ്ത്രീയമായി കൽക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ തോട്ടിൽ നിന്നും സമീപത്തെ പാടശേഖരത്തിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നത് തടയുക, വലിയ തോടിന് സമീപത്തുകൂടി വലിയ കലിങ്ക് പടിയിലേക്ക് റോഡ് നിർമ്മിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കൽക്കെട്ട് നിർമ്മിച്ചത്. നിലവിലുണ്ടായിരുന്ന പാതയിലെ മണ്ണ് JCB ഉപയോഗിച്ച് മാറ്റിയാണ് നിർമ്മാണം നടത്തിയത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 5.5 ലക്ഷം രൂപ നിർമ്മാണത്തിനായി ചെലവഴിച്ചു. 2015 സെപ്റ്റംബർ 10 ആരംഭിച്ച നിർമ്മാണം 2015 ഡിസംബർ 23 പൂർത്തിയാക്കി. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദ്ഘാടനവും നിർവഹിച്ചു. റാന്നി ബ്ലോക്ക് ഡിവിഷൻ വലിയ കലിങ്ക് മന്ദിരം ഏല സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം നടത്തിയത്. വർഷകാലം അല്ലാഞ്ഞിട്ടുകൂടി വലിയ തോടിൽ നിന്നുള്ള വെള്ളം കരിങ്കല്ലുകൾക്കിടയിലൂടെ ഒലിച്ച് പാടശേഖരത്തിലേക്ക് ഒഴുകുകയാണ്. കൽക്കെട്ടിന്റെ ചിലയിടങ്ങളിൽ മാത്രം സിമന്റ് തേച്ചിട്ടുണ്ട്. പാടശേഖരത്തിലേക്ക് ഇതുവഴി വെള്ളമിറങ്ങി കൃഷി നശിക്കുന്ന അവസ്ഥയിലാണ്. ഇത്തരത്തിൽ കൽക്കെട്ട് നിർമ്മിക്കുമ്പോൾ അടിവശത്ത് മണ്ണിട്ട് ഉയർത്തിയാണ് നിർമ്മിക്കേണ്ടത്. ഇത്തരത്തിലല്ല നിർമ്മാണം നടത്തിയതെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇത് ജോലിക്കാർ പുറത്ത് കയറി നിന്ന് കെട്ടിയതാ. ഞങ്ങളുടെ പടിക്ക് കണ്ട് ഞാൻ അവർക്ക് വെള്ളം കൊടുത്തേ. ഇവര് ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഒരു പണിക്കാരൻ കുനിഞ്ഞു നിന്നിട്ട് അതിന്റെ പുറത്ത് കയറി നിന്ന് കല്ല് കെട്ടി. ഇതെന്താ പണിയാ ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളുടെ ജോലിയല്ലയോ, ഞങ്ങൾ അന്നമാന്ന് പറഞ്ഞു. ഇത് കയ്യാല കെട്ടുക, അത്ര ഇടം മണ്ണിടുക, കയ്യാല കെട്ടുക, മണ്ണിടുക, അങ്ങനെ കെട്ടുന്നത്. ഇതിന്റെ കെട്ട അടിയിലിട്ടത് കൊണ്ട് ആ വാർപ്പിന്റെ മേളിൽ കൂടെ വെള്ളം അപ്പുറം കിടക്കും. അതേ സമയത്ത് അത്രയും പോകത്തില്ല. മണ്ണും മാറ്റി ഇവിടെ മുതൽ ഈ വെള്ളം ചാലിന്റെ അവിടെ മുതൽ വേണ്ട ആ നിരപ്പ് മുതൽ ഇങ്ങോട്ടുള്ള മണ്ണ് ഇവിടുത്തെ എടുക്കാതിരുന്നെങ്കിൽ ഈ വെള്ളം അപ്പുറത്ത് പോവുകയില്ല. സ്വകാര്യ വ്യക്തി വലിയ തോട്ടിൽ അനധികൃതമായി തടയണ കെട്ടിയതിനെ തുടർന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകി കൃഷി നശിക്കുന്നതായി ചൂണ്ടിക്കാട്ടി കൃഷിക്കാർ RDOയ്ക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. വർഷകാലമായാൽ വലിയ തോട്ടിലെ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഈ കൽക്കെട്ടിനാകുമോ എന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. കാർബൈഡ് ചേർത്ത മാമ്പഴം പിടിച്ചിട്ടും പഴക്കടകളിൽ അധികൃതർ തുടർ പരിശോധന നടത്തുന്നില്ലെന്ന് വിമർശനം. ആരോഗ്യത്തിന് ആഘാതം ഏൽപ്പിക്കുന്ന വിഷപ്രയോഗത്തിനെതിരെയും യാതൊരുവിധ നടപടിയുമില്ല. കാർബൈഡ് ചേർത്ത മാമ്പഴം പിടിച്ചിട്ടും ജില്ലയിലെ പഴക്കടകളിൽ തുടർ പരിശോധനയില്ല. ആരോഗ്യത്തിന് ആഘാതം ഏൽപ്പിക്കുന്ന വിഷപ്രയോഗത്തിനെതിരെ നടപടിയെടുക്കാനും ആരുമില്ല. മാമ്പഴം കഴിച്ചവർക്ക് വയറ്റിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. പറിച്ചെടുത്ത പച്ചമാങ്ങ പെട്ടെന്ന് നിറം ഉള്ളതാകാനാണ് കാർബൈഡ് പൊടി ചേർക്കുന്നത്. മാങ്ങ അടുക്കി വെച്ചതിന് ശേഷം അതിന് താഴെയായി പൊടി നിക്ഷേപിച്ച് അടച്ചുവെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തൊലിക്ക് മഞ്ഞ നിറമുണ്ടാകും. ഇത്തരം മാങ്ങ പൂളിയാൽ മധുരം ഉണ്ടാകില്ല, ഉൾഭാഗം പഴുക്കാതെ തന്നെയിരിക്കും. പക്ഷേ തൊലിക്ക് നല്ല മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യും. 1 കിലോ കാർബൈഡ് പൊടിക്ക് 80 രൂപയാണ് വില. ഗോഡൌണുകളിൽ പെട്ടികളിൽ മാങ്ങ അടുക്കി പൊടിയും തൂകി വെക്കുകയാണ് പതിവ്. കടകളിൽ നിന്ന് മാറിയാകും ഇത്തരം കേന്ദ്രങ്ങൾ. ജില്ലാ ആസ്ഥാനത്തുൾപ്പെടെ വീടുകൾ എടുത്താണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ജില്ലാ ആസ്ഥാനത്ത് മൊത്തക്കച്ചവടക്കാർ നൽകുന്ന മാങ്ങയാണ് പെട്ടിലോറികളിൽ മറ്റ് ടൗണുകളിൽ വിൽക്കുന്നത്. ജില്ലയിൽ ഒരിടത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയ്ക്ക് പോയിട്ടില്ലെന്നും വിമർശനമുണ്ട്. അതേസമയം ഭക്ഷ്യവസ്തുക്കളിൽ കാൽസ്യം കാർബൈഡ് പ്രയോഗിക്കുന്നത് 1954 മായം ചേർക്കൽ നിരോധന നിയമപ്രകാരം നിരോധിച്ചതാണെന്ന് വിദഗ്ധർ അറിയിച്ചു. സിറ്റി ന്യൂസ് റാന്നി. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 944777 65036. വാർത്തകൾ തുടരുന്നു. റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂൾ പടിയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാഹനങ്ങളുടെ അമിത വേഗത മൂലം നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്ത് സംഭവിക്കുന്നത്.
റാന്നി ചെത്തോങ്കര എരുമേലി റോഡിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന ഇടമാണ് ചെത്തോങ്കര മുതൽ SC ഹയർ സെക്കൻഡറി പടി വരെയുള്ള ഭാഗം. വളവും തിരിവുമില്ലാത്ത ഭാഗമായതിനാൽ അമിത വേഗതയിലാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത്. SC സ്കൂളിൽ നിന്നുള്ള റോഡ് വലിയ തോടിന് കുറുകെയുള്ള കലിങ്കും കഴിഞ്ഞ് നേരിട്ട് ചെത്തോങ്കര എരുമേലി റോഡിലേക്കാണ് എത്തുന്നത്. സമീപത്ത് സ്കൂൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സൈൻ ബോർഡ് ഇരുവശത്തും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാഹനങ്ങളുടെ വേഗതയ്ക്ക് യാതൊരു കുറവുമില്ല. അടുത്തിടെ ഈ റോഡ് കുറുകെ കടക്കുമ്പോൾ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് യുവാവിന്റെ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇയാൾ ഇപ്പോഴും ചികിത്സയിലാണ്. SC സ്കൂൾ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കവേ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാറിടിച്ച് ഇരുചക്രവാഹനക്കാരനും പരിക്കേറ്റിരുന്നു. ഇതുകൂടാതെ നിരവധി അപകടങ്ങളും ഈ ഭാഗത്ത് നടന്നു. വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങളും ഒഴിവാക്കാനായി SC സ്കൂൾ പടിയിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഉദിമൂട് വലിയ കലിങ്ങിന് സമീപം വെയിറ്റിംഗ് ഷെഡ് കാട് കയറി നശിക്കുന്നു. വെയിറ്റിംഗ് ഷെഡിന് സമീപത്തുള്ള വലിയ മരം അടിവശം ദ്രവിച്ച് ഏത് നിമിഷവും നിലംപത്താവുന്ന അവസ്ഥയിലാണ്. റാന്നി ഉദിമൂട് വലിയ കലിങ്ങിന് സമീപത്തെ വെയിറ്റിംഗ് ഷെഡാണിത്. 15 വർഷം മുമ്പ് നാട്ടുകാർ പിരിവെടുത്താണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ഇതിനുശേഷം ഇവിടം അംഗീകൃത KSRTC ബസ് സ്റ്റോപ്പുമായി. എന്നാൽ ഇന്ന് ഈ വെയിറ്റിംഗ് ഷെഡ് ഉപയോഗശൂന്യമാണ്. ചുറ്റിലും കാട് കയറി കിടക്കുകയാണ്. ഇതുമൂലം മണ്ണാറക്കുളഞ്ഞി ഭാഗത്തു നിന്നും വരുമ്പോൾ ഇങ്ങനെയൊരു വെയിറ്റിംഗ് ഷെഡും ബസ് സ്റ്റോപ്പും ഉള്ളതായി അറിയുകയേയില്ല. പത്തനംതിട്ടയിൽ നിന്നും വരുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ ഉദിമൂട് ജംഗ്ഷനിലെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നീട് വലിയ കലിങ്ക് കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുകയുള്ളൂ. വെയിറ്റിംഗ് ഷെഡിന് സമീപത്തുള്ള ഗുൽമോഹർ ഇനത്തിൽപ്പെട്ട തണൽ വൃക്ഷത്തിന്റെ അടിവശം ദ്രവിച്ചിരിക്കുകയാണ്. ഏതു നിമിഷവും റോഡിലേക്ക് കടപുഴകി വീഴാവുന്ന അവസ്ഥയിൽ കൂടിയാണ് വൃക്ഷം. വെയിറ്റിംഗ് ഷെഡ് ഉപയോഗയോഗ്യമാക്കി ബസ് സ്റ്റോപ്പ് നിലനിർത്തുകയും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൃക്ഷം മുറിച്ചു മാറ്റണമെന്നുമാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. മീൻ കഴിച്ചതിനെ തുടർന്ന് റാന്നിയിൽ 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇവരെ റാന്നി മർത്തോമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റാന്നി ഓലിക്കൽ എബി ചാക്കോ, മേനാന്തോട്ടം കുളത്തുങ്കൽ സൂര്യമോൾ, മേനാന്തോട്ടം സജി കുളത്തുങ്കൽ, മേനാന്തോട്ടം കുളത്തുങ്കൽ ഷൈനി എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ വലിയ പാലത്തിന് സമീപം റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പെരുമ്പുഴ മുതൽ ബ്ലോക്ക് പടി വരെയുള്ള ഭാഗങ്ങളിലെ വലിയ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. വളവിനോട് ചേർന്നാണ് കുഴികൾ എന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പെരുമ്പുഴ മുതൽ ബ്ലോക്ക് പടി വരെയുള്ള ഭാഗങ്ങളിലാണ് വലിയ ഗട്ടറുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. മിക്കയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചതിനെ തുടർന്നാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത്. പൈപ്പിന്റെ ചോർച്ച വാട്ടർ അതോറിറ്റി മാറ്റിയാലും ഗട്ടറുകൾ അതേപടി കിടക്കും. കോടതിപ്പടിക്ക് സമീപം വളവിനോട് ചേർന്നുള്ള ഗട്ടറാണിത്. വളവ് തിരിഞ്ഞ് അടുത്തെത്തുമ്പോഴായിരിക്കും ഗട്ടർ കാണുക. ഇരുചക്രവാഹനക്കാരാണ് അപകടത്തിൽപ്പെടാൻ കൂടുതൽ സാധ്യത. മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴാണ് കൂടുതൽ അപകട സാധ്യത. ബ്ലോക്ക് പടിക്ക് സമീപം റോഡിന് ഒത്ത നടുവിലായാണ് വലിയ ഗട്ടർ ഉള്ളത്. ഓട്ടോറിക്ഷ, കാറുകൾ എന്നിവയ്ക്കാണ് ഈ ഗട്ടർ കൂടുതൽ അപകട ഭീഷണി. ഗട്ടർ ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിത്തിരിക്കുന്നത് മൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്കും അപകട ഭീഷണിയാകുന്നു. കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പാണ് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇനി വരുന്ന ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് മാത്രം അറ്റകുറ്റപ്പണി പ്രതീക്ഷിച്ചാൽ മതി. അതുവരെ യാത്രക്കാരുടെ നടുവൊടിക്കാനായി ഈ ഗട്ടറുകൾ ഇങ്ങനെ തന്നെ കിടക്കും. സിറ്റി ന്യൂസ് റാന്നി. NDA അങ്ങാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചു. തെലങ്കാന സംഘടനാ സെക്രട്ടറിയും മന്ത്രിയുമായ ശ്രീനിവാസലു ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം ഓർഗനൈസിംഗ് സെക്രട്ടറി ജ്യേഷ്ഠാജ, NDA അങ്ങാടി മണ്ഡലം ചെയർമാൻ സുഗതൻ പുള്ളോലിൽ, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അനോജ് കുമാർ തുടങ്ങിയവർ ആശംസ അറിയിച്ചു. വരൾച്ച നേരിടാൻ മെയ് 31 വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ദുരിതാശ്വാസ പദ്ധതികൾ നടപ്പാക്കാമെന്ന് സർക്കാർ ഉത്തരവായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സർക്കാർ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച തുക ഇതിനായി ഉപയോഗിക്കാം. വരൾച്ച നേരിടാൻ മെയ് 31 വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ദുരിതാശ്വാസ പദ്ധതികൾ നടപ്പാക്കാമെന്ന് സർക്കാർ ഉത്തരവായി.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സർക്കാർ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച തുക ഇതിനായി ഉപയോഗിക്കുകയും ചെയ്യാം. പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഇതുപയോഗിച്ചോ അവകാശപ്പെട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തരുത്. പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാകാതെ വേണം പദ്ധതി നടപ്പാക്കാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ മറ്റ് ഏജൻസികളോ നടപ്പാക്കാത്തവയായിരിക്കണം ഇത്. കുടിവെള്ള വിതരണമാണ് മുഖ്യമായി ഉൾപ്പെടുത്തേണ്ടത്. ജില്ലാ കളക്ടർമാർ വരൾച്ച ബാധിതമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിലാവണം പദ്ധതി. സംസ്ഥാനത്ത് 750-ൽ പരം തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള നഗരങ്ങളും ഗ്രാമങ്ങളും കടുത്ത വരൾച്ചയിലെന്നാണ് റിപ്പോർട്ട്. ഇവിടങ്ങളിൽ ജലസേചന വകുപ്പിന്റെ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും അത് ജനാവശ്യത്തിന് പര്യാപ്തമല്ല. വിവിധ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും നടപ്പാക്കുന്ന പദ്ധതികൾ പുതിയ പദ്ധതിയുമായി ചേർക്കാനും പാടില്ല. കോർപ്പറേഷനുകൾക്ക് 15 ലക്ഷവും നഗരസഭകൾക്ക് 10 ലക്ഷവും ഗ്രാമപഞ്ചായത്തുകൾക്ക് 5 ലക്ഷവും രൂപ ഇതിനായി വിനിയോഗിക്കാം. തുക പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നോ പരമ്പരാഗതമായ സ്ഥിര വരുമാനത്തിൽ നിന്നോ കണ്ടെത്താം. സിറ്റി ന്യൂസ്, റാന്നി. സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. 25 മുതൽ 28 വരെ നടക്കുന്ന പ്രവേശന പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. 14 ജില്ലാ കേന്ദ്രങ്ങളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുംബൈ, ഡൽഹി, ദുബായ് എന്നിവിടങ്ങളിലുമായി 351 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. നിര്യാതനായി റാന്നി നെല്ലിക്കുമൺ പടിഞ്ഞാറേമണ്ണിൽ ടൈറ്റസ് എബ്രഹാം ദത്തോച്ചൻ നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം 25-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് ഭവനത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷം ഈട്ടിച്ചുവട് നസ്രത്ത് മർത്തോമ പള്ളിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തനിക്കെതിരായ നുണപ്രചാരണം നിർത്തിയില്ലെങ്കിൽ VS അച്യുതാനന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങളേയുള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് മറുപടിയുമായി VS. റാന്നി മന്ദമരുതി ജ്ഞാനായ കുരിശുപള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കല്ലിശ്ശേരി മലബാർ മേഖലാധിപൻ മോർ ഗ്രിഗോറിയോസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. റാന്നി ഉദിമോട് വലിയ കലിങ്കിൽ വലിയ തോടിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന കൽക്കെട്ട് അശാസ്ത്രീയമെന്ന ആരോപണം. റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂൾ പടിയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.